ഹലോ കൂട്ടുകാരെ, ഇത് ക്രിയാൻ എന്ന് പറഞ്ഞൊരു മീനാണ്. മുളകിട്ട മീൻകറി വെക്കുക. കുറച്ചേ വാങ്ങിയുള്ളൂ. അത് കുറച്ചെടുത്ത് ഞാൻ കട്ട് ചെയ്ത് മീൻകറി വെച്ചു. കുറേ ഇത് വറുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, ഒരു ഓൺലൈൻ ഭിക്ഷ നടത്തുന്ന ഒരുതിയെക്കുറിച്ചാണ്. ആൾക്കാരെ പറ്റിക്കുന്നവൾ. അവൾക്കുള്ള മറുപടി, എനിക്കിഷ്ടപ്പെട്ട ഒരു മറുപടി ശ്രീജ എന്ന് പറഞ്ഞ ഒരു സഹോദരി കേസ് എന്ന് പറഞ്ഞ അവരുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലുള്ളവളെക്കുറിച്ച് അവരിട്ടേക്കുന്ന തട്ടം, ശ്രീജ എന്ന് പറഞ്ഞ അവർ ആ സഹോദരി ഇട്ടേക്കുന്ന തലയിലിട്ടേക്കുന്ന ഹിജാബിനെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. ഒരു വേർഡ് പറഞ്ഞു, ഒരു വാക്ക്. അത് വേറൊരു മതത്തിലുള്ള ഞാനാണെങ്കിലും എനിക്കതൊരിക്കലും അംഗീകരിക്കാനേ പറ്റുന്നില്ല. അവൾ എന്ത് ഇതാണ് ഈ ഹെൽപ്പ് ചെയ്യുന്നവരോടും അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും എനിക്ക് ചോദിക്കാനുള്ളത് അവളോടല്ല. ഈ മതത്തെയും ഖുറാനെയും ഒക്കെ പാടി പോഴ്ത്തുന്ന അവൾ പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ അവളൊരു പറഞ്ഞ ഒരു വാക്ക്, അത് നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എന്താണേലും അതിനുള്ള ഒരു റിപ്ലൈ എനിക്ക് തരണം കേട്ടോ. ഇത് കേൾക്കുന്ന ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും, അത് ഒരു 11 വയസ്സുള്ള ഒരു മോളെ വിളിച്ചടുത്തിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സംസാര ശൈലി, ഭാഷയാണ് മക്കൾക്ക് മാതൃകയാകുന്ന ഒരമ്മ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഇവൾക്ക് എന്ത് മാതൃകയാണ് ഈ മക്കൾക്ക് നൽകുന്നത്? അവളെ പോക്ക് കേസ് ആ കുട്ടികളെയും കൂടെ നശിപ്പിക്കാനുള്ള, എനിക്കിത് പറയേണ്ട കാര്യമില്ല. അവളുടെ വീഡിയോ ചെയ്ത് എന്നെ വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിടും. അവളുടെ വീഡിയോ ചെയ്യുന്നതിലല്ല, അവളെപ്പോലെ ഒരു സ്ത്രീയുടെ വീഡിയോ ചെയ്യുന്നതിന് അത് നമ്മളും കൂടെ നാണക്കേടാന്ന് എൻ്റെ മക്കൾ പറയും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. എന്താണെങ്കിലും ശ്രീജ എന്ന് പറഞ്ഞ ആ ചാനലിന് ഒരു ബിഗ് സല്യൂട്ട്. സഹോദരി അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ കാണിച്ച ചങ്കൂറ്റം എനിക്ക് വളരെ ഇഷ്ടമായി. ഓക്കെ, മീൻകറിയായി. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചട്ടി ഒന്ന് ചുറ്റിച്ചു. കുറച്ച് കറിവേപ്പിലയും കൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം. എനിക്ക് ഇസ്ലാം സഹോദരങ്ങളാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ തലയിലിടുന്ന ആ പവിത്രമായ പരിശുദ്ധമായ ഹിജാബിനെ കുറിച്ചാണ് അവൾ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇതിന് സപ്പോർട്ട് നിങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുവാണെന്ന് അറിയുന്നതിൽ വളരെ ഒരു വിഷമമുണ്ട്. ഞങ്ങൾ ഇതേ ഉള്ളൂ പറയാനുള്ളൂ.